കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഗ്രാമമാണ് പെരുവന്തനം ഗ്രാമം. പെരുവന്തനം പ്രകൃതിയുടെ ഒരു കാവ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാടുകളും തേയിലത്തോട്ടങ്ങളും കുറിഞ്ഞിപ്പൂക്കളും കാട്ടുപക്ഷികളും മലവെള്ള ചുരങ്ങളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഗ്രാമം. ചരിത്രം എടുക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് മേഖലയിലെ പഴയ തേയിലത്തോട്ടങ്ങളുടെയും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കുടിയേറ്റ ചരിത്രങ്ങളുടെയും ഭാഗമായി വളർന്ന ഒരു ഗ്രാമം. ഈ വീഡിയോ ഈ ഗ്രാമത്തിനെ കുറിച്ചല്ല, നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോണ വഴി ഈ ഗ്രാമത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേക്കടിയിലേക്കാണ്. പക്ഷെ തേക്കടിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഉറപ്പില്ല. കാരണം നമുക്കിവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞു. ഇത് മെയ് അവസാനത്തേക്കാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്, പ്ലാൻ ചെയ്തതും പോകുന്നതും. അപ്പോൾ ജൂൺ ആവുന്നതിന് 1-2 ആഴ്ച മുന്നേ തന്നെ മഴയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് അത്ര ചെറിയ മഴയൊന്നും അല്ല, അത്യാവശ്യം ഒരു വെള്ളപ്പൊക്കത്തിന് വഴി ഒരുക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നേരത്തെ തന്നെ മൗണ്ടെയിൻ കോർട്ട്യാർഡിലൊക്കെ റൂമൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എൻജോയ് ചെയ്തേച്ച് പോരാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. മഴയൊക്കെ തുടങ്ങിയിട്ട് 1-2 ആഴ്ച ആയതുകൊണ്ടായിരിക്കണം അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ കോട സാധാരണ രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ചില ഏരിയാസിൽ ഉള്ള കോട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളത് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയാണ്. പോകുന്ന വഴിയിൽ പല ഏരിയയിലും തന്നെ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമുക്ക് കോടയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ആകാശം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ്. പക്ഷെ മൂടിയാണ് നിൽക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തു തുടങ്ങും. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിർത്തിയേക്കാണ്. ഒരു സൈഡ് മൊത്തം പാറയും പിന്നെ ഒരു സൈഡ് മൊത്തം ഒരു അത്യാവശ്യം ആഴമുള്ള ഒരു ഏരിയയുമാണ്. അപ്പോൾ ഇവിടെ നിർത്തിയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴമുള്ള ഏരിയയിലേക്ക് ഒരു സ്റ്റെയർ കേസ് പോലെ സ്റ്റെപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് നോക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു പുഴയുണ്ട്. ഈ സ്റ്റെയർ കേസ് ശരിക്കും ആ പുഴയിലേക്കുള്ള സ്റ്റെയർ കേസ് അല്ല, അത് ശരിക്കും ഒരു വീട്ടിലേക്കുള്ള സ്റ്റെയർ കേസാണ്. അവിടെ കുറച്ച് വീടുകളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വെള്ളം പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് വെള്ളത്തിനടിയിൽ പോകാനുള്ള വളരെ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആ വീട് നിൽക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഫൈനലി കുമളിയിലുള്ള മൗണ്ടെയിൻ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് തിരിയുന്ന ആ ഒരു ചെറിയ വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യക്കടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വഴിയൊക്കെ മോശമാണ്, ചെറിയ വഴിയാണ്, നല്ല കയറ്റമൊക്കെ ഉണ്ട്. നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് റിവേഴ്സ് എടുത്ത് ഒതുക്കി കൊടുക്കേണ്ടതൊക്കെ വരും. മൗണ്ടെയിൻ കോർട്ട്യാർഡിൻ്റെ ബോർഡൊക്കെ വിസിബിളായി തുടങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് മൗണ്ടെയിൻ കോർട്ട്യാർഡ്. റൈറ്റിലേക്ക് ഒരു ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട്. റൈറ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു വലിയ കയറ്റവും അതുപോലെ തന്നെ ഒരു വലിയ ഇറക്കമാണ്, ഒരു ഹമ്പ് വാരി ഇരിക്കുന്ന ഒരു കയറ്റം ഇറക്കമാണ്. അപ്പോൾ അടി തട്ടുമെന്നൊക്കെ അത്യാവശ്യം ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊക്കെ ഉണ്ട്. കയറി ചെല്ലുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളത്. പക്ഷെ അതിനുശേഷം ഒരു നല്ല കുത്തനെ കയറ്റാണ് ഹോട്ടലിലേക്ക്. ആദ്യം തന്നെ ഹോട്ടലിലൊക്കെ പോയി ലഗേജൊക്കെ ഇറക്കിയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയി വേണം പാർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് അവിടെ ഏൽപ്പിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഇത് EV ആയത് കാരണം അവിടെ ഒരു ചെറിയൊരു പവർ പ്ലഗ് ഉണ്ട്. അപ്പോൾ ആ പവർ പ്ലഗിൽ വേണമെങ്കിൽ കുത്തിയിടാം. പക്ഷേ ഇത് ഓപ്പൺ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനയും. അതുകൊണ്ട് നമുക്കത് കുത്തിയിട്ടേച്ച് വരാൻ പറ്റില്ല. ഏകദേശം ഒരു 9 to 10 മണിക്കൂർ എടുക്കും ഇത് ചാർജ് ചെയ്യാനായിട്ട്, സ്ലോ ചാർജിങ്ങിൽ ചാർജ് ചെയ്ത് കഴിയാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമെങ്കിൽ ചാർജ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെയും ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അതായത് ഈ കുമളി, ഈ മൗണ്ടെയിൻ കോർട്ട്യാർഡിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ഏരിയാസിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിങ്ങിൽ ഇട്ടില്ല, നമ്മൾ നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പാർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഈ ഹോട്ടലിൻ്റെ ലോബി ഒന്ന് വിസിറ്റ് ചെയ്യാം. വൺസ് ഇത് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോബിയിലേക്ക് പോയിട്ട് അവിടെയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ എന്നൊന്ന് നോക്കാം. ഇതാണ് മൗണ്ടെയിൻ കോർട്ട്യാർഡിൻ്റെ ലോബി. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാൻ. ഇനി മൗണ്ടെയിൻ കോർട്ട്യാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് EVM ഗ്രൂപ്പിൻ്റെയാണ്. 1935 EV മത്തായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കേരള ബേസ്ഡ് ബിസിനസ് കൺഗ്ലമറേറ്റ് ആണ് ഈ EVM ഗ്രൂപ്പ്. EVM ഗ്രൂപ്പിന് കാർ ഡീലർഷിപ്പ്, ഹോട്ടൽസ്, തിയേറ്റേഴ്സ് അങ്ങനെയുള്ള പല ബിസിനസ്സുകളും ഉണ്ട്. നമ്മുടെ ഫോക്സ് വാഗൺ, നിസാൻ, സിട്രിയോൺ, MG ഒക്കെ തന്നെ EVM ഗ്രൂപ്പിൻ്റെ ഡീലർഷിപ്പിലുള്ളതാണ്, കേരള ഡീലർഷിപ്പിലുള്ളതാണ്. ആ സെയിം ഗ്രൂപ്പ് തന്നെയാണ് 3 കിലോമീറ്റർ തേക്കടിക്ക് ഇപ്പുറത്തായിട്ട് സ്പ്രിംഗ് വാലിയിൽ ഈ ഹോട്ടൽ പണിയഴിപ്പിച്ചത്. 2015 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 2016 മുതൽ ഇത് ഓപ്പറേഷനിലാണ് എന്നാണ് പല റെഫറൻസിലും പറയുന്നത്. അധികം കാണാത്ത ഒരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഗ്രേ കളറും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് രീതിയിലാണ് ഇതിൻ്റെ റൈറ്റിംഗ്. ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻസിലാണ് ഇതിൻ്റെ ഒരു കളറിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ചുറ്റും പ്ലാന്റേഷൻസ് ആണ്. പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോഴേക്കും കാർഡം പ്ലാന്റേഷൻസ് ആണ് മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും കാണുന്നത്. പിന്നെ നമ്മൾ കയറി വരുന്നിടത്തും പാർക്കിംഗ് ഏരിയയുടെ അടുത്തൊക്കെ ആയിട്ട് 1-2 ചിറകളും ഉണ്ട്. അപ്പോൾ ഈ ചിറകളിൽ നിന്നായിരിക്കും ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ സോഴ്സ്, മെയിനായിട്ടുള്ള സോഴ്സ്. നമ്മുടെ ചെക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ക്യാമറ അത്യാവശ്യം ഡിസ്റ്റോർട്ടഡ് ആണ്, കാരണം ഇത് എൻ്റെ ലെൻസൊക്കെ മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റോർഷൻ കാണിക്കുന്നത്.
അപ്പോൾ ലിഫ്റ്റ് വഴി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയേക്കാണ്. സെക്കൻഡ് ഫ്ലോറിലുള്ള 208-ാം റൂമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് ഇട്ട് ജനലുകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ആ ഒരു പ്ലാന്റേഷൻസും കാർഡമം പ്ലാന്റേഷൻസും പിന്നെ അതികൂടെ പോകുന്ന ചെറിയ അരുവികളും ചാലുകളൊക്കെ തന്നെ കാണാം. റൂം ചെറിയൊരു റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേറെ വലിയ റൂംസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതിന് അത്യാവശ്യം നല്ല പൈസ ആയതുകൊണ്ട് നമ്മൾ ചെറിയ റൂമാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഈ റൂമിന് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ ഒരു കോഫി ടേബിളും ബെഞ്ചൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ചൈൽഡ് സേഫ് ആണ്. പക്ഷേ ഈ ബാൽക്കണിയിലത്തെ വ്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഹോട്ടൽ റാവിസി പോയിട്ടുണ്ട്. അവിടത്തെയാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ വരുന്നത് ടോൾ ട്രീസ് ആണ്. മൂന്നാറിലെ ടോൾ ട്രീസിന്റെ നല്ലൊരു വ്യൂ ആണ്. പക്ഷേ റാവിസ് കായൽക്കരയിലുള്ള ഹോട്ടലാണ്. അപ്പോൾ അതിന്റെ ഒരു വ്യൂ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഇത് മലമുകളാണ്. ഹിൽ സ്റ്റേഷനിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടിയേക്കുന്നത് ടോൾ ട്രീസിലാണ്. ഈ മൗണ്ടൈൻ കോട്ടയാട് ഒരു ലക്ഷൂറിയസ് 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെതായ ക്ലെൻലിനെസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ റൂമിലുണ്ട്. കിങ് സൈസ് ബെഡ്സ്, കബോർഡ്സ്, പിന്നെ ബാൽക്കണിയിൽ തന്നെ കോഫി ബെഞ്ചും ടേബിളും, ബാൽക്കണിയിലേക്ക് തുറന്നിടാൻ പറ്റുന്ന സ്ലൈഡ് ഡോസ് മൊത്തം ഗ്ലാസ് ആണ്. അപ്പോൾ ഫുൾ വ്യൂ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ചെറിയ ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് കൂൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയൊരു റെഫ്രിജറേറ്ററും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ പുറത്ത് അത്യാവശ്യം മഴയുണ്ട്, ചെറുതായിട്ട് ചാർന്നുണ്ട്. അപ്പോൾ അതൊരു രസമാണ്. ഇവിടെ ഇരുന്നിട്ടൊരു കോഫി കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണിത്. ഇനി നമുക്ക് ഔട്ട് സൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴിയാണ് നേരത്തെ വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റേഴ്സ് വഴി ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം. സ്റ്റേഴ്സിൻ്റെ അവിടെയായിട്ട് ലൈറ്റ് ഒന്നും അധികം ഇല്ല, അത്യാവശ്യം കുറച്ച് ഡാർക്കാണ്. പിന്നെ ഇറങ്ങി ചെല്ലുന്ന വഴിക്ക് തന്നെ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് വഴി ഇറങ്ങിയാലും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിന് മുന്നിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. അവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. നമുക്ക് ലോബിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വൈകുന്നേരങ്ങളിൽ കുക്കിംഗ് ഡെമോയൊക്കെ കാണും, പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ കാണുമെന്നാണ്. അപ്പോൾ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസ്, ഇത്തവണ കുക്കിംഗ് ഡെമോയുടെ സമയം കഴിഞ്ഞു പോയി, കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. വൈകുന്നേരങ്ങളിൽ മഴയുള്ളപ്പോൾ ആ ലോബിയുടെ തന്നെ പുറത്തുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോകേണ്ടത് ഈ ഒരു വഴി കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളം ചാടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കുട എടുത്തിട്ട് വേണം പോകാൻ. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ചെടികളൊക്കെ അതുപോലെ അത്യാവശ്യം നന്നായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പ്രിംഗ് സീസണിലും പിന്നെ ഒരു സമ്മർ സീസണിലൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും ഈ ഒരു ഏരിയയുടെ നടന്നു പോകാനായിട്ട്. ഇവിടെ ലെഫ്റ്റിൽ തന്നെ ചായ് പോയിൻ്റ് മാതിരി ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ക്യാരംസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം, ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കാം. അപ്പോൾ 1-2 ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നേക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രസമായിരിക്കും അവിടെ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിരിക്കാനായിട്ട്. ഇന്നത്തെ കൾച്ചറൽ ആക്ടിവിറ്റി ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് കണ്ടു. ക്ലാസിക്കൽ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് രാത്രിയിലത്തെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്.
ഒരുവിധം ഫുഡിൻ്റെ ഒക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. മൗണ്ടെയിൻ കോർട്ട്യാർഡിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സ്പൈസ് സീക്രട്സ് എന്നാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ആ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ, റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം സ്പൈസ് സീക്രട്സിൻ്റെ ലോഗോയും സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാർഡമവും പെപ്പറുമാണ് അതിൻ്റെ ലോഗോയിലുള്ളതെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ഡിസ്പ്ലേസ് ഉണ്ട്. അതായത് മെയിനായിട്ട് സ്പൈസസിൻ്റെ ഡിസ്പ്ലേസ് ആണ്. അത് കൂടാതെ തന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ മറ്റേ അടുക്കളയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്ടൻസിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഏരിയ ആണ്. അതായത് ഇവിടെ ടേബിൾസും ചെയർസും മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ അലക്കാട്ടയും ഉണ്ട്, ബുഫേയും ഉണ്ട്. അപ്പോൾ നമ്മൾ ബുഫേ ആണ് എടുത്തേക്കുന്നത്. ബുഫേ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു കോറിഡോറിൽ കൂടെ ചെന്ന് ലെഫ്റ്റ് സൈഡിൽ ആയിട്ടാണ് ഇവരുടെ ബുഫേ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് അവിടെ പോയി വേണം കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സാലഡ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ റൈറ്റിലായിട്ടിരിക്കുന്നത് മെഡിറ്ററേനിയൻ വെജ് സാലഡ്, പിന്നെ ഇത് വെജ് സ്ലോ, പിന്നെ മുകളിൽ ലെഫ്റ്റിലായിട്ടിരിക്കുന്നത് ആലു ചാട്ട്. പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളത് കുർക്കുറി ആലു ടിക്കി. നമ്മളുടെ സൂപ്പിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഈ സംഭവം ഓർഡിനെടുത്ത് കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയായിരുന്നു. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഈ കുർക്കുറി ആലു ടിക്കി. ഇനി നമുക്ക് സൂപ്പിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സാലഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന സാലഡ്സ് തന്നെയാണ്. വെജ് സ്ലോയ്, ആലു ചാട്ട് എന്നിവയൊക്കെയാണ്. അപ്പോൾ വെജിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാവും. അത് ക്രീം ഓഫ് വെജ് സൂപ്പാണ്. അതാണ് ഈ കാണുന്നത്. പിന്നെ ചിക്കൻ്റെ നോൺ വെജ് ഒരു സൂപ്പ് ഉണ്ടാവും, ചിക്കൻ മാൻചോ സൂപ്പ്. ഈ മാൻചോ സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ സൂപ്പാണ്. അത് ഹോട്ട് ആൻഡ് സ്പൈസി ആണ്. തിക് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ലിക്വിഡാണ്. ഒരു ടാങ്കി ഫ്ലേവറും ഉണ്ടാവും. സോയ സോസിൻ്റെയും പിന്നെ വിനീഗറിൻ്റെ ഒക്കെ ഒരു ടാങ്കി ഫ്ലേവറും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ആ ഒരു സൈഡിലായിട്ട് വെച്ചേക്കുന്നത് ക്രിസ്പി ന്യൂഡിൽസ് ആണ്, അതായത് ഫ്രൈഡ് ന്യൂഡിൽസ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നത് ബിന്ദി ദോ പ്യാസ എന്ന് പറഞ്ഞൊരു കറിയാണ്. വെണ്ടയ്ക്ക ബേസ് ചെയ്തേക്കുന്ന ഒരു കറിയാണ്. പിന്നെ ഫ്രൂട്ട് സാലഡിനായിട്ടുള്ള ഐസ്ക്രീംസും കട്ട് ഫ്രൂട്ട്സും ആണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി സാധനം കൂടി ഉണ്ട്, പംകിൻ പായസം, മത്തങ്ങ പായസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ഈ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്സിൽ പൈനാപ്പിൾ സഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടും ഒരു സ്വീറ്റ് ഐറ്റംസും പിന്നെ അത് കൂടാതെ ക്യാരറ്റ് ഹൽവയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ക്യാരറ്റ് ഹൽവ. ഈ ഡെസേർട്ട് വെച്ചേക്കുന്നത് ഈ ഒരു സ്പേസിൻ്റെ നടുക്കായിട്ടാണ്. അതിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത്, ആ ടേബിളിൻ്റെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് നാടൻ ഐറ്റംസും അവരുടേതായിട്ടുണ്ട്. അതായത് രസമാണ് ഈ കാണുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, കേരളത്തിൽ എല്ലാവർക്കും വളരെ പരിചയമായിട്ടുള്ളതാണ് രസം. പിന്നെ ഇത് പുളിശ്ശേരിയുണ്ട്. പിന്നെ കത്തിരിക്ക എന്ന് പറഞ്ഞത് ബ്രിഞ്ചാളാണ്. ചിലപ്പോൾ ഒരു തമിഴ് ഡിഷായിരിക്കാൻ വഴിയുണ്ട് അതിൻ്റെ പേര് കേട്ടിട്ട്. പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ കേർഡ് റൈസ്, അതായത് തൈര് സാദം. ഇനി നമുക്ക് വെജ് സെക്ഷനിലെ മെയിൻ കോഴ്സ് നോക്കാം. അപ്പോൾ ഇത് വെജ് ബിരിയാണിയാണ്. പിന്നെ സാധാരണ ബോയിൽ റൈസും അതിൻ്റെ അപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഈ മെയിൻ കോഴ്സ് വെച്ചേക്കുന്ന സൈഡിലായിട്ട് ഈ സ്റ്റീം റൈസിൻ്റെയും പിന്നെ ആ ഒരു ബിരിയാണിയുടെയും സൈഡിലായിട്ട് തൈര്, പിന്നെ പിക്കിൾസ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വരുന്നത് വെജ് ഫ്രൈഡ് റൈസും പിന്നെ പാസ്തയുമാണ്. രണ്ടും വെജ് ഡിഷസ് തന്നെയാണ്. ഇവിടെ ഈ ഒരു സെക്ഷൻ മൊത്തം വെജാണ്. പാസ്തയിൽ തന്നെ ആൽഫ്രഡോ പാസ്തയാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് വെച്ചേക്കുന്നത് പപ്പടം ആണ്. അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ടൈപ്പ് പപ്പടം അല്ല, നമ്മുടെ തമിഴ്നാട് അപ്പളം മാതിരിയുള്ള പപ്പടമാണ് അത് കിട്ടുന്നത്, നല്ല വലിയ ടൈപ്പ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് സൈഡ് ഡിഷസ് ആണ്. ദാൽ തടുക്കയാണ് ഈ റൈറ്റിൽ കാണുന്നത്. ലെഫ്റ്റിൽ കാണുന്നതാണെങ്കിൽ കടായി പനീറാണ് ഈ കാണുന്നത്. ഈ ഡിഷിൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കുന്നത് നീൽഗിരി വെജ് കുർമയാണ്. നീൽഗിരി വെജ് കുർമ അത്യാവശ്യം ഒരു ഗ്രീൻ കളർ, ഒരു സാപ്പ് ഗ്രീൻ കളർ ഡിഷാണ്. അതൊരു കുർമ വെറൈറ്റിയാണ്. പിന്നെ ബിന്ദി ദോ പ്യാസ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളതായിരുന്നു കുർക്കുറി ആലു ടിക്കിയും പിന്നെ ഡ്രാഗൺ കോളിഫ്ലവറും. അപ്പോൾ ആ കുർക്കുറി ആലു ടിക്കയുടെ അപ്പുറത്തായിട്ട് കാണുന്നത് ഡ്രാഗൺ കോളിഫ്ലവർ ആണ്. പിന്നെ നമ്മൾ ചുറ്റും നോക്കിയപ്പോഴേക്കും അവിടെ ഒരു ലൈവ് സെക്ഷൻ ഉണ്ട്. ആ ലൈവ് സെക്ഷനിൽ എന്താണ് തരുന്നതെന്ന് അറിയാനായിട്ട് പോയപ്പോൾ അതൊരു ചാട്ടാണ്. ചാട്ട് എന്ന് പറഞ്ഞാൽ പാനിപ്പൂരിയാണ് ഇവിടെ തരുന്നത്. ഇനി നമ്മുടെ നോൺ വെജിൻ്റെ സെക്ഷനിൽ ആദ്യത്തെ ഡിഷ് തന്നെ പെപ്പർ ചിക്കൻ ഡ്രൈ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ഡ്രൈ. അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, കണ്ടിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റി സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഇതാണ് ഈ കാണുന്നത് ചിക്കൻ ടിക്ക മസാല. അത്യാവശ്യം നല്ല ഗ്രേവിയാണ്. അപ്പോൾ നമുക്ക് ചെറിയ റൊട്ടിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ചില്ലി ഫിഷ്, അതിൻ്റെ സൈഡിലായിട്ട് ചില്ലി ഫിഷ് ഏത് ഫിഷാണെന്ന് അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം കണ്ടിട്ട് ചിക്കൻ ടിക്ക മസാല പോലെ തന്നെ നല്ലതാണ്. നമ്മളൊരു മാൻചോ സൂപ്പാണ് എടുത്തേക്കുന്നത്. മാൻചോ സൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റി സൂപ്പാണ്. ഒരു ഇൻഡോ ചൈനീസ് കോമ്പിനേഷനാണിത്, ഫ്യൂഷൻ കോമ്പിനേഷനാണ്.
നല്ല മഴയായതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ അത്യാവശ്യം കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ചെറുതായിട്ട് ചെറിയ ചെറിയ പോർഷൻസാണ് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത്. എല്ലാം തന്നെ ട്രൈ ചെയ്തു, പക്ഷേ ചെറിയ ചെറിയ പോർഷൻസാണ് ട്രൈ ചെയ്തേക്കുന്നത്. എല്ലാ സാലഡ്സും തന്നെ ട്രൈ ചെയ്തു. അതുപോലെ തന്നെ ഒരുവിധമുള്ള എല്ലാ ഡിഷസും തന്നെ ട്രൈ ചെയ്തു. അതിൻ്റെ അകത്ത് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന ആ ഒരു ആലു കുർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അടിപൊളിയാണ്. ബേസിക്കലി നല്ലൊരു വെറൈറ്റി ആയിരുന്നു. അധികമൊന്നും കഴിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഐറ്റം ആയിരുന്നു അത്. അതുപോലെ തന്നെ ആ പായസം ഭയങ്കര അടിപൊളിയായിരുന്നു. മത്തങ്ങ പായസം എന്ന് പറഞ്ഞാൽ ആ പംകിൻ പായസം ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പാനിപ്പൂരി നമ്മൾ മിസ്സാക്കിയില്ല, നമ്മളതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പാനിപ്പൂരി ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമല്ല, പലയിടത്തും കഴിച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ്. പക്ഷേ ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിനുള്ളത്. അതിൻ്റെ ആ ഒരു പാനിയും അത്യാവശ്യം ഭയങ്കര വെള്ളമാരിയല്ല ഇരിക്കുന്നത്, ഒരു ഇച്ചിരി തിക്കായിരുന്നു സംഭവം. അപ്പോൾ ഇവിടെ സെർവ് ചെയ്യുന്നത് പെർ പേഴ്സൺ ഒരു പാനിപ്പൂരിയാണ്. ഒരെണ്ണം മാത്രമല്ല, ഇവർ ജസ്റ്റ് ഒരെണ്ണമായിട്ട് സെർവ് ചെയ്യണമെന്നുള്ളൂ. എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. പിന്നെ അതിൻ്റെ പൂരിയും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അത് കുറച്ചും കൂടി ആ ഒരു തിക്കായിട്ടുള്ള ഒരു പൂരിയായിരുന്നു, ഭയങ്കര ലൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ബുഫേ സെക്ഷൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരു ചെറിയൊരു കൊറിഡോറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും മത്തങ്ങ പോലുള്ള വെജിറ്റബിൾസൊക്കെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബാസ്ക്കറ്റിലായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വേറൊരു സെക്ഷനുണ്ട്, വേറെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെക്ഷനുണ്ട്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പാർക്കിംഗ് ഏരിയയിലുള്ള ചെറിയുടെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, നമുക്ക് കിട്ടിയേക്കുന്ന റൂമിൻ്റെ ആ ഒരു പുറമേക്കുള്ളൊരു വ്യൂ അത്ര അടിപൊളി ആയിരുന്നില്ല. നമുക്ക് ആ ഒരു ഫ്രണ്ടേജ് വ്യൂ ആണ് കിട്ടിയേക്കുന്നത്. പക്ഷെ എന്നാലും നല്ല പച്ചപ്പുണ്ട്. പക്ഷേ വേറെ ബിൽഡിങ്സിൻ്റെയും കാര്യങ്ങളുടെയും വ്യൂ ഉള്ള കാരണം തന്നെ നമുക്കത് കുറേയൊക്കെ നമുക്ക് ആ ഒരു വ്യൂ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെയാണ്. രാവിലെ ആയിട്ട് പോലും ഇവിടെ ഫുള്ള് മഴയാണ്, നല്ല മൂടിയാണ് നിൽക്കുന്നത്. സൂര്യനൊന്നും പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇനി നമുക്ക് വീണ്ടും ഫുഡിങ്ങിൻ്റെ ടൈമാണ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രാത്രി കാണുന്നതിനേക്കാളും റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് രാവിലെയാണ് കുറച്ചും കൂടെ രസം. കാരണം ഒരു സൈഡ് മൊത്തം തന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി ആരും വന്നേക്കാളും മുമ്പേ തന്നെ നമ്മൾ ഇവിടെ ഓൾറെഡി എത്തിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബുഫേ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക്സ് ആയിട്ട് ഇവിടെ ഉള്ളത് ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക്, ബീട്രൂട്ട് ജ്യൂസ്, പിന്നെ വാട്ടർമെലോൺ ജ്യൂസാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാ ഹോട്ടലിലെയും കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള കോൺഫ്ലേക്സും പാലും പിന്നെ അല്ലെങ്കിൽ ചോക്കോസും പാലും രണ്ടും ഇവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് പാലിൽ തന്നെ ചൂടുള്ള പാലും തണുത്ത പാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് യൂസ് ചെയ്യാം. അതിനോട് അടുത്ത് തന്നെ ബ്രെഡ് സെക്ഷനാണ്. വീറ്റ് ബ്രെഡും ഉണ്ട്, പിന്നെ സാധാരണ ബ്രെഡും ഉണ്ട്, പിന്നെ ജാമും ബട്ടറും അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ടർ അമൂലിൻ്റെ ബട്ടറാണ്. മെയിൻ സെക്ഷനിലേക്ക് വടയും ഇഡലിയും ആണ് ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് സാമ്പാറുണ്ട്, വടയുടെ ഇഡലിയുടെയും കൂടെ കഴിക്കാനായിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഇരിക്കുന്നത് കള്ളപ്പവും വെജ് മപ്പാസും ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കള്ളപ്പവും വെജ് മപ്പാസും. അതിൻ്റെ അപ്പുറത്തായിട്ടിരിക്കുന്നത് സ്റ്റീംഡ് ബനാനയും റോസ്റ്റഡ് പൊട്ടറ്റോയും. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് റോസ്റ്റഡ് പൊട്ടറ്റോ, ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് സ്റ്റീംഡ് ബനാന. നമ്മുടെ പഴം പുഴുങ്ങിയത് അത് തന്നെയാണ് സ്റ്റീംഡ് ബനാന. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് സ്റ്റഫ് പൊറോട്ടയും അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ബേക്ക്ഡ് ബീൻസും ആണ്. സ്റ്റഫ് പൊറോട്ട എന്ന് പറഞ്ഞാൽ ആലു പൊറോട്ട പോലെയുള്ള ഒരു ഐറ്റം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളത് നമ്മുടെ സാധാരണ പൂരിയും കറിയുമാണ് ഉള്ളത്. നമ്മുടെ നേരത്തെ ഡെസേർട്ട് ഇരുന്ന ആ ഒരു ഏരിയയിൽ വെച്ചേക്കുന്നത് കുറേ ബ്രെഡ് ഐറ്റംസും ഡാനിഷ് ബ്രെഡ് ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ മഫിൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാനിഷ് ബ്രെഡ്. ഈ കാണുന്നത് വീണ്ടും വേറൊരു ബ്രെഡ് വെറൈറ്റിയാണ്. ഈ കാണുന്നത് മഫിനാണ്, കേക്ക് വെറൈറ്റീസാണ് ആ കാണുന്നത്. അതുകൂടാതെ അതിൻ്റെ ലെഫ്റ്റിലായിട്ട് നമ്മുടെ ചാട്ടൊക്കെ നേരത്തെ തന്ന ആ ഒരു ഏരിയയിൽ വെച്ചേക്കുന്നത് കട്ട് ഫ്രൂട്ട്സ് ആണ്. അതിൻ്റെ അകത്ത് വാട്ടർമെലോണും പപ്പായയാണ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെച്ചേക്കുന്നത്, കപ്പങ്ങ. അതിൻ്റെ സൈഡിലായിട്ട് വെച്ചേക്കുന്നത് ബോയിൽഡ് എഗ്ഗാണ്. അത് നമ്മൾ മുട്ട അതുപോലെ തന്നെ പുഴുങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ച് വേണം കഴിക്കാനായിട്ട്. അതിൻ്റെ സൈഡിലായിട്ടുള്ളത് പൊറോട്ടയും എഗ് കറിയുമാണ്. പൊറോട്ട രാവിലെ തന്നെ ഒട്ടും പ്രിഫറബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ പ്രിഫർ ചെയ്യത്തുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വീണ്ടും ബ്രെഡ് ഐറ്റം തന്നെയാണ് പാൻ കേക്ക് ഒരു ബ്രെഡ് ഐറ്റം അല്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഒരു ബ്രെഡ് ഐറ്റം. ഫ്രഞ്ച് ടോസ്റ്റ് ഒരു ബ്രെഡും പാലും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ ഒരു ടോപ്പിംഗ് ആയിട്ട് നമ്മൾ ഹണിയൊക്കെ വെച്ചിട്ടുണ്ട്, തേനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റൂമിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മഴക്കാലം ആയതും കൊണ്ടുള്ളൊരു വെള്ളച്ചാട്ടം ഇതൊക്കെയാണ്. ഇത് ചെറിയൊരു അരുവിയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്നത് മൊത്തം കാർഡമം പ്ലാന്റേഷൻസ് ആണ്. അതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ ഏലച്ചെടികൾക്ക് ഷെയ്ഡിന് വേണ്ടി വെച്ച് പിടിപ്പിച്ചേക്കുന്ന മരങ്ങളാണ്. അപ്പോൾ ഇതൊരു മഴ മാറി നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല വെട്ടമുണ്ട് പുറത്തൊക്കെ. അത്യാവശ്യം നല്ല രസമാണിത് ഈ ഒരു ടൈമിൽ കാണാനായിട്ട്. മൊത്തം ഒരു നനവും ഉണ്ട്, അതുപോലെ തന്നെ നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു ചായ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഗ്ലാസ് വിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു ഏരിയ മാത്രം നനയില്ല.
പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് മുകളിലായിട്ട് ഗ്ലാസ് ഒന്നുമില്ല, അവിടെ ജസ്റ്റ് ഒരു വള്ളിപ്പടർപ്പാണ്. കൂടുതലായിട്ടും ചെടികളൊക്കെയാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആ ഏരിയ ഒക്കെ നനയുന്ന ഏരിയയാണ്. ആ ഏരിയയിലേക്കൊക്കെ വെള്ളം ചാടും. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ആ ബൊഫേ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു ടോയ്ലറ്റും പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കും പോയായിരുന്നു. അപ്പോൾ ആ ഏരിയ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടേക്കുള്ളൊരു ഡയറക്റ്റ് എൻട്രി കൂടി ഉണ്ട്. 2 ഡോർസാണ്. ഒന്ന് മറ്റേ ബൊഫേ ഏരിയയിൽ നിന്ന് ഉള്ള ഡോറും പിന്നെ അത് കൂടാതെ ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് എൻട്രി. അപ്പോൾ ഈ റിസോർട്ടല്ല, ഒരു ഹോട്ടലിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കാണുന്നത് ഇവിടുത്തെ അത്യാവശ്യം വില കൂടിയ റൂമുകളാണ്. അതൊരു വില്ല സെറ്റപ്പാണ്. അപ്പോൾ അതാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള റൂംസ് കാണുന്നത്. ഇതൊരു പാർക്ക് പോലെയാണ്. പാർക്ക് പോലെ അത്യാവശ്യം ബെഞ്ചും ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഒരു ഫോട്ടോയ്ക്കുള്ള കുറച്ച് ഏരിയാസും അതിക്കടി ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ ലെഫ്റ്റിൽ ചെറുതായിട്ട് ഒരു ഓപ്പൺ ഹട്ട് മാതിരി കാണുന്നത് അത് വേറൊന്നുമല്ല, അത് ഈവനിങ് ടീ സ്നാക്ക് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരമായിട്ട് ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിക്കാനൊക്കെ പറ്റും. അതും ഇവിടുത്തെ സ്റ്റേയുടെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ചായയൊക്കെ വാങ്ങിച്ച് ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെയുള്ള ഏരിയയും ഉണ്ട്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. പിന്നെ ചെറിയ റൂഫുള്ള ഹട്ടുകളാണ് ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നത്. അവിടെ കയറി ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അവിടെ നിന്നുള്ള വ്യൂവും ഈ പറഞ്ഞ മാതിരി കാർഡമം പ്ലാന്റേഷനിലേക്കുള്ള വ്യൂ തന്നെയാണ്. അങ്ങനെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയേക്കാണ്. സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. 24 hours തന്നെ ഏകദേശം മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം നനഞ്ഞു കിടക്കുകയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു റൂം സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ കയറി ഒന്ന് ഇരിക്കാനൊക്കെ പാകത്തിനുള്ള റൂം സ്പേസ് ഉണ്ട്, ക്ലോസ് സ്പേസസ്. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫ്ലോർസ് ഇത്രയും നനഞ്ഞ് കിടന്നിട്ട് പോലും ഒട്ടും തന്നെ സ്ലിപ്പറി ആയിരുന്നില്ല. ഞങ്ങൾ പോയേക്കുന്നത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ സെക്ഷനായിട്ടാണ് എനിക്കിത് തോന്നിയത്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു പ്രത്യേക രീതിയിലാണ് അവരത് ആർക്കിടെക്റ്റ് ചെയ്തേക്കുന്നത്. ഒരു മൂവി ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു സ്പേസ് കിടക്കുന്നത്. ഏകദേശം ഒരു പ്രൈവറ്റ് പൂള് പോലെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂള് കണ്ടു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ ബാംബൂ റാഫ്റ്റിങ്ങും ജംഗിൾ സ്കൗട്ട്, ബോർഡർ ഹൈക്കിങ്, ക്യാമ്പ് ഫയർ എന്നീ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ നമുക്ക് ഇത്തവണ പറ്റിയില്ല. കാരണം ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ഇത് മഴ വളരെ ലൈറ്റായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയാസും കൂടി ഒന്ന് കവർ ചെയ്ത് നോക്കാം.
രണ്ടാമത്തെ ദിവസത്തിൻ്റെ വൈകുന്നേരം മഴയ്ക്കൊക്കെ ഒരു ദയവ് തോന്നിയിട്ട് മൊത്തം മാറി നിൽക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈയും നല്ല അടിപൊളി ക്ലൈമറ്റും, അത്യാവശ്യം നന്നായിട്ട് കിളികളുടെയൊക്കെ പാട്ടുകളും ചിലക്കളൊക്കെ കേൾക്കാം. അതായത് കിളികളൊക്കെ തന്നെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ നന്നായിട്ട് ഒതുങ്ങി നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വൈകുന്നേരത്തെ 4 മണി ചായക്കായിട്ടാണ്. നമ്മൾ ചായ പോയിൻ്റൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്, എല്ലാവരും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചായയും പിന്നെ ചെറുതായിട്ടുള്ള ചെറിയ സ്നാക്സും കിട്ടും. അപ്പോൾ എന്താണ് ഇന്നത്തെ സ്നാക്സ് എന്നൊന്ന് നോക്കിയിട്ട് വരാം. ചായയും കാപ്പിയും രണ്ടും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം മാത്രമേ ഉള്ളൂ, വേറെ സ്നാക്ക് ഐറ്റം ഒന്നുമില്ല. ഉണ്ണിയപ്പമാണ് ഇന്നത്തെ സ്നാക്ക്. ഇവിടെ അത്യാവശ്യം റഷ് ഉണ്ട്. ഇത്രയും താമസക്കാർ ഇവിടെ ഉണ്ട് എന്നറിയുന്നത് തന്നെ ഇപ്പോഴാണ്. വന്നിട്ട് ഒരു ദിവസമായി, ഇപ്പോൾ വൈകുന്നേരം വരെയായി. അല്ലെങ്കിൽ ഇത് യൂഷ്വലി 2-3 പേര് അതിക്കടി നിൽക്കുന്നതല്ലാതെ വേറെ ആരെയും തന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ഫയർ ക്യാമ്പിങ് എവിടെയാണെന്ന് കണ്ടില്ല. അപ്പോൾ അതും അന്വേഷിച്ചാണ് ഇപ്പോഴത്തെ ഈ ഒരു പോക്ക്. ബാക്കി എല്ലാ സ്ഥലങ്ങളും തന്നെ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഈ പ്രോപ്പർട്ടി വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുത്തില്ല ഇത് മൊത്തം ഒന്ന് കറങ്ങി കാണാനായിട്ട്. ഒരു ഏരിയയും വിട്ടിട്ടില്ല, അത്യാവശ്യം എല്ലാ ഏരിയയും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ടോൾ ട്രീസിലൊക്കെ ഒരു 20% മാത്രമാണ് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലായിടത്തേക്കൊന്നും നടന്നെത്തിയില്ല. ഇവിടത്തെയും കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല, കാരണം ഇവിടെ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഏലക്കാടുകൾ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏരിയാസ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ നിർത്തി വെച്ചേക്കാണ് മഴ കാരണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്യാമ്പിംഗ് ഏരിയ. അപ്പോൾ ക്യാമ്പിംഗ് ഏരിയയും ഫൈനലി നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്കായിട്ട്, ആ ക്യാമ്പിംഗ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെ വേറൊരു ഏരിയ കൂടെ ഉണ്ട്. അത്യാവശ്യം ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ കൂടിയുണ്ട്. അത് സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ട് താഴെയായിട്ട്, ക്യാമ്പിംഗ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ അത്യാവശ്യം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. ഇന്നിപ്പോൾ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ചെറുതായിട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ട് ഏരിയസൊക്കെ തന്നെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നു. ട്രെക്കിങ്ങും കാര്യങ്ങളും ബാക്കി എല്ലാ ആക്ടിവിറ്റീസ് തന്നെ നിന്നു. തേക്കടിയിൽ തന്നെ വെള്ളം കയറിയിട്ട് തേക്കടിയൊക്കെ തന്നെ ക്ലോസ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അവിടുത്തെ ബോട്ടിങ്ങും ആക്ടിവിറ്റീസും ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഒക്കെ തന്നെ ക്ലോസ്ഡ്. മഴ കുറഞ്ഞതിൻ്റെ സന്തോഷത്തിലുള്ള കിളികളുടെ പാട്ടാണ് നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മൾ കുക്കിംഗ് ഡെമോ മിസ്സാക്കിയില്ല. ഈ കാണുന്നതാണ് കുക്കിംഗ് ഡെമോ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് റോ ബനാന മെഴുക്കുപുരട്ടിയും പിന്നെ കേരള സ്റ്റൈൽ ഫിഷ് കറിയുമാണ്. അപ്പോൾ ഇത് റോ ബനാന മെഴുക്കുപുരട്ടി എന്ന് പറഞ്ഞാൽ കായ മെഴുക്കുപുരട്ടിയാണ്. കായ മെഴുക്കുപുരട്ടിയും ഫിഷ് കറിയുമാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സാധനം നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. കപ്പയും മീൻകറീനേക്കാളും തന്നെ നല്ലതൊരു ടേസ്റ്റി ആയിരുന്നു ഈ കായ മെഴുക്കുപുരട്ടിയും മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്പൈസസ് യൂസ് ചെയ്തേക്കുന്ന സ്പൈസസിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കണം ആ ഒരു ടേസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ തന്നെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയും ഉണ്ടായിരുന്നു. ഇത്തവണ ഡാൻസ് ചെയ്തേക്കുന്നത് ഇവിടെ അടുത്തുള്ള അനുശ്രീ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു, ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ആ കുട്ടിയാണ് ഇന്നിപ്പോൾ പെർഫോം ചെയ്യുന്നത്. ഇത്തരം പെർഫോമൻസിലൂടെ ഇവർക്കൊരു എക്സ്പോഷറും കിട്ടും, അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പോക്കറ്റ് മണിയും കിട്ടും. അങ്ങനെ നമ്മൾ ഫൈനലി രണ്ടാമത്തെ ദിവസത്തെ ഡിന്നറിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ലൈവ് കൗണ്ടറിൽ നിന്ന് തന്നെ ഇത്തവണ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയത് ചാട്ട് ഐറ്റം ആണെങ്കിൽ ഇത്തവണ അത് അപ്പമാണ്. ലൈവായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പമാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് വറുത്തരച്ച ചിക്കൻ ഉണ്ട്. നമ്മൾ ഇത്തവണ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നോൺ വെജിൽ നിന്നാണ്, നോൺ വെജ് സെക്ഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് വറുത്തരച്ച ചിക്കൻ. അതിനോടടുത്തായിട്ട് മേത്തി മുറുക് കറിയുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, അതും ചിക്കൻ കറി തന്നെയാണ്. മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ, അപ്പോൾ ഉലുവ ബേസ്ഡ് ചിക്കൻ കറിയാണിത്. അതിൻ്റെ അടുത്തായിട്ടുള്ളത് ഡ്രാഗൺ ഫിഷാണ്. ഡ്രാഗൺ ഫിഷ് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അത് അടിപൊളിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ഫിഷ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മേത്തി മുറുക് ബേസിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് ഹൈദരാബാദൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇനി നമ്മൾ പോകുന്നത് ആ ഒരു മിഡ് സെക്ഷനിലേക്കാണ്, നമ്മളുടെ ഡെസേർട്ട് സെക്ഷനിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഐസ്ക്രീം വാനില അല്ല, ഫ്രൂട്ട് സലാഡിൻ്റെ ഐസ്ക്രീം കട്ട് ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മാംഗോ ഐസ്ക്രീമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ പായസവും പിന്നെ ഗുലാബ് ജാമുനൊക്കെ തന്നെ ഉണ്ടെന്ന്.
അത് കൂടാതെ മുകളിലായിട്ട് വേറെ സ്വീറ്റ് ഐറ്റം ഉണ്ട്, ഷാഹി തുക്കട എന്നും പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഇതേവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. അത് അത്യാവശ്യം നല്ലതാണ്, കഴിക്കാനും നല്ല രസമുള്ള ഒരു സ്വീറ്റാണ്. പിന്നെ ഈ ഡെസേർട്ടൊക്കെ വെച്ചേക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ, തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കണ്ടേക്കുന്നത് നേരത്തെ നാടൻ കറികളാണ്. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തവണയും നമുക്ക് കേർഡ് റൈസ് ഉണ്ട്. കേർഡ് റൈസ് അവൈലബിൾ ആയിട്ടുണ്ട്, അതായത് തൈര് സാദം. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതെന്താ സംഭവം എന്ന് നോക്കാം. പടവലങ്ങ പരിപ്പ് കറിയാണിത്. അപ്പോൾ പടവലങ്ങ പരിപ്പ് കറിയുണ്ട്. പിന്നെ രസത്തിന് പകരം രസ ഇഡലിയാണ് ഇത്തവണ. കഴിഞ്ഞ ദിവസം നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു, പക്ഷേ ഇത്തവണ നമുക്ക് കോൺ പുലാവാണ്. കോൺ പുലാവ് മറ്റേ ചോളം വെച്ചിട്ടുള്ള പുലാവാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് നമ്മുടെ നോർമൽ റൈസാണ്, സ്റ്റീം റൈസ്, ബസ്മതി റൈസ് സ്റ്റീം ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ കേരള റൈസ് അല്ല, ബസ്മതി റൈസാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് സോസ്, അച്ചാർ, തൈര് എന്നീ സംഭവങ്ങളാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടിരിക്കുന്ന വെജ് ഹക്ക നൂഡിൽസ് ആണ്. അതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് പാസ്ത ഫ്ലോറന്റൈൻ ആണ്. ഫ്ലോറന്റൈൻ വേറൊന്നുമല്ല, നമ്മുടെ ചീര വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാസ്തയാണ്. അപ്പോൾ ആ പച്ചച്ച് കിടക്കുന്നത് ചീരയാണ്. അതും പിന്നെ ആ ഒരു ക്രീമി സോസും എല്ലാം തന്നെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തായിട്ടുള്ളത് ഒരു ദാൽ കറിയാണ്, ദാൽ മസൂനി എന്നങ്ങാണ്ടാണ് പേര്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് പനീർ ടിക്ക മസാല. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ദാൽ മസൂനി, ലെഫ്റ്റ് സൈഡിലുള്ളത് പനീർ ടിക്ക മസാല. അതിൻ്റെ അടുത്തായിട്ട് കാണുന്ന കൂൺ ഉള്ളിത്തീലാണ്. അത് മഷ്റൂം ബേസ് ചെയ്തിട്ടൊരു കറിയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ആലു ഗോബി അദ്രകി. ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആലു ഗോബി അദ്രകി. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് കൂൺ തീയൽ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് സ്റ്റാർട്ടർ കൈൻഡ് ഓഫ് ഡിഷാണ് വെജിറ്റബിൾ മഞ്ചൂരിയനും പിന്നെ വെജിറ്റബിൾ ടിക്കയും, വെജ് ടിക്കി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ദിവസം ഇതേ സെയിം ടൈപ്പിൽ തന്നെ ആലു ടിക്കി ആയിരുന്നു, ഇത് വെജ് ടിക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് വെജ് ടിക്കി, റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് വെജിറ്റബിൾ മഞ്ചൂരിയൻ. അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സോസും ഉണ്ട്. ഇത്തവണ സാലഡ് സെക്ഷനിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സാലഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഹവായിയൻ സാലഡ്, പിന്നെ ജർമ്മൻ പൊട്ടറ്റോ സാലഡ്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് സാലഡ്, അങ്ങനെ പല വെറൈറ്റി സാലഡ്സ് ഇത്തവണ അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് കാണുന്നത് പാസ്ത സാലഡാണ്. പാസ്ത വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാലഡാണ്, വെജിറ്റബിൾസ് പ്ലസ് പാസ്ത. ഇനി നമുക്ക് സൂപ്പ് സെക്ഷനിലേക്ക് പോകാം. സൂപ്പ് സെക്ഷനിൽ ആദ്യം തന്നെ വെജ് സെക്ഷനിൽ റോസ്റ്റഡ് പംകിൻ സൂപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റോസ്റ്റഡ് പംകിൻ സൂപ്പ്. അപ്പോൾ ഇന്നലെ നമുക്ക് പംകിൻ പായസം ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് സൂപ്പാണ് പംകിൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് നോൺ വെജാണ്, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് ഇത്. അപ്പോൾ ഇതാണ് ഡേ 2-ലത്തെ ഡിഷസ്. അപ്പോൾ ഡേ 1-ലത്തെ ഡിഷസിൽ നിന്ന് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് ഡേ 2-ലത്തെ ഡിഷസ്. അപ്പോൾ അത്യാവശ്യം നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും. ഇന്നലത്തേനേക്കാളും അത്യാവശ്യം നന്നായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഡിഷസും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സാലഡ്സ് ആണ് ഇത്തവണ മേജറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത്. സാലഡ്സ് അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു മഞ്ചൂരിയൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പറയാനുള്ളത് ഹക്ക നൂഡിൽസും ആ ഒരു ഡ്രാഗൺ ഫിഷും ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ 3-ലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കട്ട് ഫ്രൂട്ട്സ്, ആസ് യൂഷ്വൽ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതും നമ്മുടെ വാട്ടർ മെലോണും പപ്പായയും തന്നെയായിരുന്നു ഇത്തവണത്തെയും കട്ട് ഫ്രൂട്ട്സ്. അതേ മുട്ട പുഴുങ്ങിയതിൻ്റെ അതേ ലൊക്കേഷനിൽ തന്നെയായിരുന്നു ഇത്തവണയും മുട്ട പുഴുങ്ങിയതിരിക്കുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. ചിക്കൻ കറി ആയിരുന്നു, ചിക്കൻ കറിയും പൊറോട്ടയായിരുന്നു വേറെ ഒരു മെയിൻ ഐറ്റമായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അത് പൊറോട്ട ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്ന ഒന്നായിരിക്കില്ല. അത് കൂടാതെ നമുക്ക് പാൻ കേക്കും ഫ്രഞ്ച് ടോസ്റ്റും, അത് കഴിഞ്ഞ ദിവസത്തെ മാതിരി തന്നെ പാൻ കേക്കും ഫ്രഞ്ച് ടോസ്റ്റും ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ടോസ്റ്റിനായിട്ട് ഡിപ്പിനായിട്ട് ഈവൻ പാൻ കേക്കിനായിട്ടും ഡിപ്പിനായിട്ട് ഹണിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഡെസേർട്ട്സ് വെച്ചേക്കുന്ന ടേബിളിൽ അപ്പോൾ യൂഷ്വൽ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ മാതിരി തന്നെ ബ്രെഡ് ഐറ്റംസും പിന്നെ മഫിൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്, കേക്ക് ഐറ്റംസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇത്തവണ ഉണ്ടായിരുന്നത് പഴങ്കഞ്ഞിയായിരുന്നു. പഴങ്കഞ്ഞിയിൽ ഒരു ടോപ്പിങ്ങിനായിട്ട് ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചമ്മന്തിയും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു ടോപ്പിംഗ് പോലെ. അപ്പോൾ ഈ കാണുന്നതാണ് പഴങ്കഞ്ഞി. പിന്നെ ബ്രെഡ് സെക്ഷനിലും യൂഷ്വൽ സംഭവങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലേക്സും ചോക്കോസും അവൈലബിൾ ആയിരുന്നു. പിന്നെ ഹോട്ട് മിൽക്കും കോൾഡ് മിൽക്കും കോൺഫ്ലേക്സിലിടാൻ പാകത്തിന് ഉള്ളത് അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഇഡലി ഉണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്നത്തെ സെയിം രീതിയിൽ തന്നെയായിരുന്നു ഉള്ളത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് സെക്ഷനിൽ നമുക്ക് ഇത്തവണ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണുള്ളത്. പിന്നെ ഡീടോക്സ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു വാട്ടർവെള്ളമായി ഇരിക്കും, നമ്മുടെ ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ ഇട്ട് ചൂടാക്കിയേക്കുന്ന ഒരു വെള്ളമാണിത്. അതും വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ജഗ്ഗിലിരിക്കുന്ന സംഭവമാണ് ഈ ഡീടോക്സ് വാട്ടർ. അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് കിവി മിൽക്ക് ഷേക്കാണ്. ഈ കിവി മിൽക്ക് ഷേക്ക് അടിപൊളിയായിരുന്നു. അതായിരുന്നു എനിക്ക് ഇത്തവണത്തേൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം. അത് കൂടാതെ നമുക്കുണ്ടായിരുന്നത് പുട്ടും ഗ്രീൻ ഗ്രാം കറിയും ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു സ്വീറ്റ് ഐറ്റമായിരുന്നു ഉണ്ടായിരുന്നത്, റവ കേസരിയും പാഴ്സ്ലി പൊട്ടറ്റോയും. ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ യെല്ലോ ഐറ്റമാണ് റവ കേസരി, റൈറ്റ് സൈഡിൽ കാണുന്നതാണ്
പാഴ്സ്ലി പൊട്ടറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഷ്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസമാതിരി തന്നെ സ്റ്റഫ്ഡ് പൊറാട്ടയും അതേമാതിരി തന്നെ ബേക്ക്ഡ് ബീൻസും ആയിരുന്നു. അത് കോമൺ ആയിരുന്നു, നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത് സെയിം സംഭവം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാകുന്നത് ബട്ടൂരയും ചെന്ന മസാലയാണ്. ചെന്ന മസാലയും ബട്ടൂരയും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഫേമസുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഡിഷ്. അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് സാധാരണ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലല്ല, അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു കഴിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നേക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് മൂഡാണ്. എന്ന് വെച്ചാൽ ആ ഒരു മോർണിംഗ് ലൈറ്റും ആ ഒരു വുഡൻ ഫിനിഷുള്ള ഫേർണിച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തികളിലൊക്കെ തന്നെ ആ ഒരു വുഡൻ ടച്ച് ഉണ്ട്. ഡിം ലൈറ്റിംഗ് ആണ് മുകളിൽ നിന്ന് കൊടുത്തേക്കുന്നത്, പക്ഷേ പുറത്തുനിന്നുള്ള ലൈറ്റ് അത്യാവശ്യം നമുക്ക് കയറി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു സീനറീസും കാര്യങ്ങളും തന്നെ അത്യാവശ്യം നല്ല രസമാണ്. ഒരു നോർമൽ റെസ്റ്റോറൻറ്റ് പോലെയല്ല ഇത്. അങ്ങനെ നമ്മൾ സ്റ്റേ കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ലോബിയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിനെ കുറിച്ചും സ്റ്റേയിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്റ്റേ അടിപൊളിയായിരുന്നു. റൂംസൊക്കെ നന്നായിരുന്നു, അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡും നല്ല ക്ലീനും ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രം ദ ഡേ 1 ചെക്ക് ഇൻ തൊട്ട് ചെക്കൗട്ട് വരെയും അവർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഉള്ളത് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഹയാത്തി എന്ന് പറഞ്ഞ ഒരു നേപ്പാൾ സ്വദേശിയാണ്. ആള് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അവിടെ വരുന്ന എല്ലാവരോടും തന്നെ ഇതെന്തൊക്കെയാണ് ഫുഡ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അത്. പിന്നെ ആ കൾച്ചറൽ പ്രോഗ്രാമിൽ ഡാൻസിന് വന്ന ആ കുട്ടി അനുശ്രീ അത്യാവശ്യം നല്ലൊരു ഡാൻസർ ആയിരുന്നു. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് പുറത്തേക്ക് ചാർജിങ്ങിന് പോവേണ്ടി വന്ന ഒരു ടൈമിലൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഭയങ്കര കിടിലൻ സ്റ്റേ ആയിരുന്നു. പക്ഷേ ഇത് ഒരു ഹോട്ടൽ മാതിരിയാണ്. ഇത് ഒരുപാട് റോം അറൗണ്ട് ചെയ്യാനുള്ള ഏരിയ ഒന്നുമില്ല. അങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ടോൾ ട്രീസ് ഒക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബാംബു റാഫ്റ്റിങ്ങും ജംഗിൾ സ്കൗട്ടും പിന്നെ ബോർഡർ ഹൈക്കിങ്ങും ക്യാമ്പ് ഫയറും ഒക്കെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനി ഏലക്കാടുകളുടെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏരിയാസ് ഉണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല. ഭയങ്കരമായിട്ടുള്ള മഴ കാരണം എല്ലാം തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടുത്തെ പൂള് വൺ ഓഫ് ദി ബെസ്റ്റ് പൂളായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച്. പിന്നെ ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളുടെ തേക്കടിയിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു. അത് കൂടാതെ പെരിയാർ വന്യജീവി സങ്കേതം, പിന്നെ വണ്ടിപ്പെരിയാർ, പാഞ്ചാലിമേട്, പാണ്ടിക്കുഴി, വാഗമൺ തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ ഈസിലി ആക്സസിബിൾ ആണ് ഇവിടുന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രിപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.